പരമശിവന്റെ ഭൂതഗണത്തിൽ പ്രമുഖ സ്ഥാനം നന്ദികേശന് കൽപ്പിച്ചു കാണുന്നു. നന്ദികേശന്റെ ജനനത്തെപ്പറ്റി ശിവപുരാണത്തിൽ ഇപ്രകാരമാണ് പറയുന്നത്. ശാലങ്കായനൻ എന്ന മഹർഷിക്ക് ശിലാദൻ എന്ന പുത്രനുണ്ടായിരുന്നു. ശിവഭക്തനായിരുന്ന ശിലാദൻ പുത്രലബ്ധിക്കായി തപസ്സനുഷ്ഠിച്ചു. ശിലാദന്റെ തപസ് യുഗങ്ങളോളം നീണ്ടുനിന്നു. അദ്ദേഹത്തിന്റെ നിഷ്കളങ്ക ഭക്തി പരമേശ്വരനെ സന്തുഷ്ടനാക്കി തീർന്നു. ഭഗവാൻ ശിലാദന് പ്രത്യക്ഷനായി തപസ്സിന്റെ കാരണം അന്വേഷിച്ചു. മഹാനുഭാവ, അവിടുന്ന് ഉറച്ച ഭക്തിയും വിനയമുള്ള ഒരു പുത്രനെ എനിക്ക് നൽകി അപുത്ര ദുഃഖത്തിൽ നിന്നും എന്നെ മോപിച്ചാൽ ശിലാദൻ അപേക്ഷിച്ചു. മഹർഷി, താങ്കളുടെ ഭക്തിയിൽ ഞാൻ സംപ്രീതനായിരിക്കുന്നു. അവിടുത്തെ ദുഃഖത്തിന് ശമനമുണ്ടായിരിക്കുന്നുവെന്ന് നനച്ചാലും അങ്ങുടൻ തന്നെ അനുഷ്ഠിക്കുവാൻ പോകുന്ന യാഗം അവിടുത്തിന് ഉത്തമനായ ഒരു പുത്രനെ നൽകുന്നതായിരിക്കും. ശിവശങ്കരൻ അനുഗ്രഹിച്ചു. ആനന്ദത്താൽ നിറഞ്ഞ കണ്ണുകളോടെ ശിലാദൻ ഭഗവാന് നന്ദി രേഖപ്പെടുത്തി. അതിനുശേഷം അദ്ദേഹം മഹേശന്റെ നിർദ്ദേശാനുസരണം യാഗത്തിനുള്ള ഒരുക്കങ്ങൾ തുടങ്ങി. മഹർഷി യാഗഭൂമിയിൽ നിശ്ചയിച്ച് നിലമുഴുതു. അപ്പോൾ ഉഴുതുമറിച്ചിട്ട മൺചാലിൽ നിന്നും അതിശോഭയോടുകൂടിയ ഒരു പ്രകാശനാളം ഉത്ഭവിച്ചു. അതോടൊപ്പം 3 കണ്ണുകളും 4 കൈകളും ജഡമാകുധാരിയും ശങ്കരരൂപിയുമായ ഒരു ബാലൻ ആവിർഭവിച്ചു. ഭക്തിയാൽ ഉള്ളു നിറഞ്ഞ ശിലാദൻ ഭഗവസ്തുതിയുടെ ആ ബാലനെ മടിയിലിരുത്തി നന്ദി എന്ന് നാമകരണം ചെയ്തു. ഋഷി അഭിമാനത്താലും സംപ്രീതിയാലും നിറഞ്ഞ മനസ്സോടെ കുട്ടിയെ സ്വന്തം ആശ്രമത്തിലേക്ക് ആനയിച്ചു. ശിലാദന്റെ ആശ്രമത്തിൽ എത്തിച്ചേർന്നതും കുട്ടിയുടെ രൂപം മാറി. അവന്റെ തൃക്കണ്ണും 2 കൈകളും അപ്രത്യക്ഷമാവുകയും മനുഷ്യാകൃതി കൈക്കൊള്ളുകയും ചെയ്തു. വർഷങ്ങൾ 10 കഴിഞ്ഞു. ശിലാദന്റെ സ്നേഹവാത്സല്യങ്ങൾ അനുഭവിച്ച് നന്ദി വളർന്നു. അങ്ങനെയിരിക്കെ ഒരു നാൾ മിത്രവരുണന്മാർ ശിലാദന്റെ ആശ്രമത്തിൽ അതിഥികളായി വന്നു ചേർന്നു. ഈ സമയം ശിലാദൻ തീർത്ഥാടനത്തിലായിരുന്നു. ആശ്രമത്തിലെത്തിയ അതിഥികളെ നന്ദി യഥോചിതം സ്വീകരിച്ചു. നന്ദിയുടെ സൽക്കാരം ഭുജിച്ചുവെങ്കിലും മിത്രാവരുണന്മാരുടെ ദുഃഖം തെളിഞ്ഞില്ല. നന്ദികേശൻ അങ്കലാപിലായി. തൻ്റെ അതിഥി പൂജ യഥാവിധി ആയില്ലെന്നുണ്ടോ? ബഹുമാന്യരായ അതിഥികളെ തനിക്ക് സംപ്രീതരാക്കുവാൻ സാധിച്ചില്ലേ? നന്ദി ആശങ്കയോടെ അന്വേഷിച്ചു. അല്ലയോ മിത്രാവരുണന്മാരെ, എൻ്റെ അതിഥി പൂജ ഭഗവാന്മാർക്ക് സ്വീകാര്യമായില്ലേ? ഞാനിനി എന്തെങ്കിലും ചെയ്യേണ്ടതുണ്ടോ? ദയവായി അറിയിച്ചാലും. നന്ദി, നിന്റെ അതിഥി പൂജയിൽ ഞങ്ങൾ സംതൃപ്തരാണ്. എന്നാൽ സമർത്ഥനും ജ്ഞാനിയും ഭക്തനുമായ നിന്റെ ഭാവിജ്ഞാനങ്ങളെ ആശങ്കാകുലനാക്കും. മിത്രാവരുണന്മാർ അറിയിച്ചു. ആ മറുപടി നന്ദികേശന്റെ ആകാംക്ഷ വർദ്ധിപ്പിച്ചതേയുള്ളൂ. ഭവാന്മാരെ, ദയവായി അറിഞ്ഞാലും എൻ്റെ ഭാവി ഭവാന്മാരുടെ ആകുലതയ്ക്ക് കാരണമാകുന്നത് എങ്ങനെയാണ്? നന്ദികേശ, നിന്നോടത് പറയുന്നതിൽ ഞങ്ങൾക്ക് ദുഃഖമുണ്ട്. എങ്കിലും പറയാതെ തരമില്ലെന്ന് വന്നിരിക്കുന്നു. മകനെ, നിന്റെ ജീവിതം എണ്ണപ്പെട്ട് കഴിഞ്ഞതാണ്. അല്പനാളുകൾക്കുള്ളിൽ നീ മരണമടയും. അതായത് ജ്ഞാനിയും പണ്ഡിതനും അനുഗ്രഹീതനുമായ നിനക്ക് അല്പായുസ് മാത്രമേയുള്ളൂ. മിത്രാവരുണന്മാർ അറിയിച്ചു. പുതിയ അറിവ് നന്ദി അല്പമൊന്ന് ഞെട്ടിക്കുക തന്നെ ചെയ്തു. തന്നെ സ്നേഹിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുന്ന പിതാവിനെയും പ്രപഞ്ചത്തെ ഉപേക്ഷിച്ചുകൊണ്ട് മരണത്തിലേക്ക് സഞ്ചരിക്കുക. പക്ഷേ നന്ദികേശൻ തൻ്റെ ദുഃഖം പുറത്തു കാട്ടിയില്ല. ഭവാന്മാരെ, എന്നെ സംബന്ധിക്കുന്ന ഈ വിവരം നൽകിയതിൽ ഞാൻ അവിടുന്നേക്ക് കടപ്പെട്ടിരിക്കുന്നു. നന്ദി വിനയനത്തനായി. മിത്രാവരുണന്മാർ അവിടെ നിന്നും മടങ്ങിപ്പോയി. അന്നേരം ശിലാധയൻ അവിടെ എത്തി. നന്ദികേശൻ മിത്രാവരുണന്മാരിൽ നിന്ന് ലഭിച്ച വിവരങ്ങൾ ശിലാധനെ അറിയിച്ചു. മകനെ, അനിഷേധ്യമായ നിയമങ്ങളിൽ ഒന്നാണ് മരണം. അതിനെ ലംഘിക്കുവാൻ ഞാനുമാണല്ല. ഭഗവാൻ പരമശിവന്റെ അനുഗ്രഹത്താൽ എനിക്ക് ലഭിച്ച നീ ദീർഘായുസ് നേടുവാനും ഭഗവാനെ തന്നെ അഭയം പ്രാപിക്കുന്നതാണ് ഉചിതം. പുത്ര, ഭഗവാൻ ശങ്കരനെ നീ പ്രസന്നനാക്കുക, ശിലായതൻ ഉപദേശിച്ചു. നന്ദി തപസ്സിനായി പുറപ്പെട്ടു. അദ്ദേഹം ഭഗവാനെ ശിവനെ പ്രസാദിപ്പിച്ചു. പ്രത്യക്ഷനായ ഭഗവാനോട് നന്ദി അപേക്ഷിച്ചു. കാരുണ്യവാരിതേ, അവിടുത്തെ ദാനമാണ് എൻ്റെ ഈ ജീവിതം. ഇന്ന് ഈ വാസം ഹരിക്കുവാനുള്ള അവകാശവും അമ്മയ്ക്കുണ്ട്. ദേവാ, അവിടുത്തെ ചരണങ്ങളിൽ നിത്യവും പ്രാർത്ഥന നടത്തുന്ന എൻ്റെ മൃത്യുവിന് നൽകുവാൻ അങ്ങയ്ക്ക് സാധിക്കുമോ? ഭഗവാനെ, എൻ്റെ മരണം സ്നേഹവത്സലനായ എൻ്റെ പിതാവിനെ വീണ്ടും അബുദ്ധ ദുഃഖത്തിലേക്ക് തള്ളിയിടുകയില്ലേ? ദേവാ, അവിടുത്തെ അനുഗ്രഹത്താൽ അല്പനാൾ എൻ്റെ പിതാവ് സംതൃപ്തിയോടെ വസിച്ചു. വീണ്ടും അദ്ദേഹത്തെ ദുഃഖത്തിൻ്റെ നടുക്കലിൽ തള്ളിക്കളയരുതേ. നന്ദിയുടെ അപേക്ഷ ഭഗവാനിൽ കാരുണ്യം ജനിപ്പിച്ചു. അദ്ദേഹം അവനെ സ്വാന്തനിപ്പിച്ചു. നന്ദി, ദുഃഖം അവസാനിപ്പിക്കുക. എൻ്റെ അനുഗ്രഹത്താൽ പിറന്ന നീ യഥാർത്ഥത്തിൽ എൻ്റെ പുത്രൻ തന്നെയാണ്. ശിവപുത്രന് മരണമുണ്ടാകുന്നത് എങ്ങനെ? നീ അമരനായിരിക്കുന്നു. ആഹ്ലാദത്താൽ നന്ദിയുടെ കണ്ണുകൾ നിറഞ്ഞു. അവൻ്റെ കണ്ണുനീർ തുടച്ചുകൊണ്ട് ഭഗവാൻ അരുളി ചെയ്തു. നന്ദി, നീ ഇന്നു മുതൽ എൻ്റെയും പുത്രനാണ്. നന്ദി എന്ന നീ കൈലാസത്തിൽ വസിക്കുക. എൻ്റെ പാർഷദന്മാരിൽ പ്രമുഖൻ ഇനി നീ ആയിരിക്കും. എന്നെ പ്രാർത്ഥിക്കുന്ന ഏതൊരുവനും നന്ദിയുടെ അനുഗ്രഹം കൂടാതെ അവൻ്റെ ഇംഗിതം നേടുവാൻ കഴിയുകയില്ലെന്ന് മനസ്സിലാക്കിയാലും
നന്ദി ഭഗവാന്റെ പാദങ്ങൾ നമസ്കരിച്ചു. അന്നു മുതൽ ശിവപാർഷദന്മാരിൽ പ്രമുഖനായി നന്ദികേശൻ അവരോധിതനായി. അടുത്തത് അവധൂതേശ്വര ജനനമാണ്. തുടരും.